സയ്യിദു ത്വായിഫ ജുനൈദുൽ ബാഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യർ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. അവിടെ നിന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഒരു ചെറുപ്പക്കാരൻ തന്റെ പരിസരത്തു കൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സദാസമയം സ്വലാത്തിലാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഒരുപാട് ദിക്റുകളെ കൊണ്ട് പ്രത്യേകമായി നിർവഹിക്കാനുള്ള ഈ ഇടങ്ങളിലും നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വലാത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ജീവിത സാഹചര്യമുണ്ട്, അതാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പാകപ്പെടുത്തിയത്. ഞാനും എൻ്റെ പിതാവും കൂടെയാണ് ഹജ്ജിനായി ഇങ്ങോട്ട് പുറപ്പെട്ടത്. വഴിമധ്യേ എൻ്റെ ഉപ്പ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു. മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ ഉപ്പയുടെ ജനാസയുടെ നിറം മാറാൻ തുടങ്ങി. മുഖമൊക്കെ വിവർണമായി. വല്ലാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ ഉപ്പയുടെ ജനാസ രൂപപ്പെട്ടു. ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ക്ഷീണിച്ചവശനായി ഞാൻ ഇരുന്നുറങ്ങി. ആ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. നല്ല സുമുഖനായ, കാണാൻ ചന്തമുള്ള, ആകർഷണീയമായ ഒരു വ്യക്തിത്വം എൻ്റെ ഉപ്പയുടെ ജനാസക്കരികിലേക്ക് വരുന്നു. എൻ്റെ ഉപ്പയുടെ ജനാസയുടെ മുകളിൽ നിന്ന് ആ തുണി മാറ്റുന്നു. ഉപ്പയുടെ മുഖമടക്കം ശരീരങ്ങളിൽ അവിടെ നിന്ന് തടവിക്കൊടുക്കുന്നു. എൻ്റെ ഉപ്പയുടെ ആ ഒരു അവസ്ഥ മാറി പ്രകാശിക്കുന്ന വദനത്തോടെ റാഹത്തുള്ള ഒരു ജനാസയായി എൻ്റെ ഉപ്പയുടെ ജനാസ മാറി. ഞാൻ ആ മനുഷ്യൻ തിരിച്ചു പോയപ്പോൾ പിന്നാലോടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കരങ്ങൾ പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. എനിക്ക് വല്ലാത്ത അത്ഭുതമായി. ഈ പരുവത്തിലേക്ക് മാറ്റപ്പെട്ട എൻ്റെ പിതാവിന്റെ സലാമത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് തങ്ങൾ വന്നത് എന്നതിനുള്ള മറുപടി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് ഒരുപാട് തെറ്റ് ചെയ്യുന്ന ഭാബിയായിരുന്നു. പക്ഷെ അതിനിടയിലും എൻ്റെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് മരണശേഷം അദ്ദേഹം അകപ്പെട്ട ആ ഒരു വല്ലായ്മയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാനെന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചു. അതിന്റെ ഭാഗമാണ് ഈ തവാഫിന്റെ ഘട്ടത്തിലും ഞാൻ സ്വലാത്തിൽ മാത്രമായിട്ട് കൂടിയത് എന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്. വല്ലാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും നമ്മെ കരം പിടിക്കാൻ തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ വലിയ വിപ്ലവങ്ങളാണെന്ന്. അവിടുത്തെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം. തങ്ങൾ പറയുന്നുണ്ട്, നാളെ മഹ്ശറ ലോകത്ത് എന്നിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ എൻ്റെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയ ആളുകളാണെന്ന്. കൂടുതൽ കൂടുതൽ സ്വലാത്തു ചൊല്ലി തങ്ങളിലേക്ക് ലയിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ കൂടെ സ്വർഗത്തിൽ കൂടാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് മഹ്ലുകാർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.